എല്ലാവർക്കും ബിനിതാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ 4 മണി പലഹാരം കൊഴുക്കട്ടയാണ്. ആദ്യമായി ഇതിലേക്കുള്ള ഫില്ലിങ്സാണ് തയ്യാറാക്കുന്നത്. അതിനായി 1 കപ്പ് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ശർക്കര ഉരുക്കിയെടുക്കേണ്ടത്. അടിപിടിക്കാതെ ശ്രദ്ധിക്കണം. സ്പൂൺ കൊണ്ട് ഇളക്കി നല്ലതുപോലെ ഒന്ന് പാനിയായതിനു ശേഷം നമുക്കിത് ഈ പരുവത്തിൽ വേണം വേണ്ടത് ശർക്കരപ്പാനി. പിന്നെ ഇതിൽ കരടൊക്കെ ഉണ്ടാവും. അതൊക്കെ കളയുന്നതിന് വേണ്ടി നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കാഷ്നട്ട് ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാഷ്നട്ട് ഫ്രൈ ആയതിനു ശേഷം 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ അധികം ഫ്രൈ ആവരുത്. 2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും, നല്ല ജീരകമാണ് ചേർക്കുന്നത്, 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും ചേർക്കാം. കൊഴുക്കട്ടയിലേക്ക് ചേർക്കാനുള്ള ഫില്ലിങ്സാണ് ഇത്. ഇത് നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം, അല്ലെങ്കിൽ ഇത് നിറയ്ക്കുമ്പോൾ പുറത്തേക്ക് ഒഴുകിപ്പോകും. നല്ല തിക്ക് ടെക്സ്ചറിലാക്കിയിട്ട് വേണം ഇത് എടുക്കേണ്ടത്. ഈ പരുവത്തിൽ നല്ല തിക്കായി നമ്മളുടെ ഫില്ലിങ്സ് റെഡി ആയി കഴിഞ്ഞു. കൊഴുക്കട്ട മാവ് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 കപ്പ് വെള്ളം വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. മാവ് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് വെള്ളയപ്പപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി വേണ്ടവർക്ക് അത് ചേർക്കാം. വെള്ളയപ്പപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇതിൽ 1 നുള്ള ഉപ്പും 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മാവ് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഈ പൊടിയിൽ തിളപ്പിച്ച് വെച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് മാവ് കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ആവശ്യത്തിനൊഴിച്ച് മാവ് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ ആ രീതിയിൽ നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഈ പരുവത്തിൽ വേണം മാവ് കുഴച്ചെടുക്കേണ്ടത്. കൊഴുക്കട്ട തയ്യാറാക്കാനായി കുറച്ച് മാവെടുത്ത് കൈവെള്ളയിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. എന്നിട്ട് അത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. കൈവിരൽ ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് പൊട്ടാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് അത് കനം കുറച്ചൊന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ചേർക്കാനായിട്ടുള്ള ഫില്ലിങ്സ് കുറച്ചെടുത്ത് നല്ലപോലെ ഒന്ന് ഉരുട്ടിയിട്ട് നടുക്ക് വെച്ച് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മടക്കി കൊടുത്ത് പിന്നെ നല്ലപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം.
കൊഴുക്കട്ട കുറച്ച് ഭംഗിയായി കിട്ടാൻ വേണ്ടി ഒരു സ്പൂൺ എടുത്തിട്ട് ചെറുതായി ഒന്നിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മറ്റു ഉണ്ടകളെല്ലാം ഫില്ലിങ്സ് വെച്ച് ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ തടവിന് ശേഷം ഉണ്ടാക്കി വെച്ച കൊഴുക്കട്ടകളെല്ലാം എടുത്തു വെച്ച് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. കൊഴുക്കട്ടകളെല്ലാം തയ്യാറായി കഴിഞ്ഞ് നല്ല ആവി പറക്കുന്ന അടിപൊളി കൊഴുക്കട്ട വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിലൂടെ പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.